സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ യൂറോപ്യൻ ട്രിപ്പിന്റെ അഞ്ചാമത്തെ ദിവസമാണ്. 2025 ഒക്ടോബർ മാസം 17-ാം തീയതി. ഇന്നലെ ഞങ്ങൾ ജർമ്മനിയിൽ ഇവിടെ സ്റ്റഡ്ഹർട്ടിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഉള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ കുക്കുവിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, കുക്കു ക്ലോക്കിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ അതെല്ലാം കടന്നാണ് നമ്മൾ സ്വിറ്റ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് പുറകെ പകർത്താം അല്ലേ? അതെ അതെ. ഓക്കെ. ഏഴ് മുതൽ 10 വരെ. 7 മുതൽ 10 വരെയാണ്. നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻ്റ് അല്ലേ? കഴിഞ്ഞോ? ബ്രെഡ് ഐറ്റംസ് ആണ്. ഈ മ്യൂസിയത്തിലെ പഴയകാല ബെൻസ് വണ്ടികളുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ മ്യൂസിയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. മെഴ്സിഡസ്. മെഴ്സിഡസ് വിവിധ മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പഴയകാല വിവിധ ബെൻസ് കാറുകളുടെ മോഡലുകൾ, വിവിധ ബസ്സുകൾ എല്ലാം വളരെ പഴയകാല ബെൻസിൻ്റെ മോഡലുകളാണ്. ബെൻസിൻ്റെ മുകളിൽ നിന്നുള്ള നഗരക്കാഴ്ച, ബെൻസിൻ്റെ വിവിധ മോഡലുകൾ നല്ല ഭംഗിയായിട്ട് അത് പരിപാലിച്ചു വച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ബെൻസിൻ്റെ പഴയകാല വിവിധ മോഡലുകളാണ്. നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിലാണ് ഇതെല്ലാം പരിപാലിച്ച് വച്ചിരിക്കുന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു പൊടി പോലും പറ്റാത്ത രീതിയിലാണ് ഇതെല്ലാം ഇവിടെ അലങ്കരിച്ച് വച്ചിരിക്കുന്നത്. എല്ലാ നിലകളിലും വിവിധ തരത്തിലുള്ള ബെൻസിൻ്റെ വാഹനങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ നിന്നും താഴോട്ട് വരുംതോറും പുതിയ പുതിയ വണ്ടികൾ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നു. താഴോട്ട് വരുംതോറും കുറച്ചുകൂടി പുതിയ മോഡൽ കാറുകളും ബെൻസിൻ്റെ മറ്റ് വെഹിക്കിൾസുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള വാഹനങ്ങളുടെ ഒരു നിരയാണ് ഇവിടെ പ്രദർശിപ്പിച്ച് വച്ചിരിക്കുന്നത്. ഒരു ചരിഞ്ഞ പ്രതലത്തിൽ എല്ലാം ഭംഗിയായിട്ട് പരിപാലിച്ചു വച്ചിരിക്കുന്നു. പെട്രോണാസ് എന്ന ബ്രാൻഡ് നെയിമിലുള്ള പഴയകാല കാറുകൾ. അതേസമയം ഇവിടെ പുതിയ മോഡലുകളിൽ ഉള്ളതാണെന്ന് തോന്നുന്നു. ഇത് കാറാണോ എന്ന് തന്നെ കണ്ടാൽ നമുക്ക് സംശയം തോന്നും. അതേ രീതിയിൽ ഡിസൈനുള്ള വാഹനങ്ങളാണ്. 1914 ഉള്ള മോഡലുകൾ, അതിനുശേഷം മുമ്പും ഒക്കെയുള്ള വിവിധ മോഡലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബെൻസിൻ്റെ വിവിധ തരത്തിലുള്ള കാറുകൾ കാണണമെങ്കിൽ യഥാർത്ഥത്തിൽ ജർമ്മനിയിലുള്ള അവരുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ ഷോറൂമിൽ അല്ല, മ്യൂസിയത്തിൽ തന്നെ എത്തി വേണം. ഏതാനും ചിലർ മാത്രമേ ഉള്ളൂ, മുഴുവൻ ആൾക്കാരില്ല. എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? അടിപൊളി. ഓക്കെ. വന്നോ? റെഡിയായോ? റെഡി? എല്ലാവരും റെഡി? എല്ലാവരും റെഡി?
ഓക്കെ ഓക്കെ. നമ്മളെ ഓർക്കയില്ല ഈ സാധനം അവിടെ കൊണ്ടുപോയിട്ട് നമ്മള് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. എന്നിട്ട് അത് എടുത്തു വെക്കുന്നവര് അതിനകത്ത് കറക്റ്റ് അഡ്രസ്സും പേരും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടാവും. ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിലെ 6ാമത്തെ ദിവസം ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാനിറങ്ങിയപ്പോൾ അതിനടുത്തുണ്ടായിരുന്ന തടാകമാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു തടാകം. അതിൻ്റെ ചുറ്റും കാണുന്ന വൃക്ഷങ്ങൾ അല്ലേ, മലനിരകളാണ്. സാധാരണ നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെയും മറ്റും പടങ്ങൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള കലണ്ടറുകളും മറ്റും കാണാറുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ യൂറോപ്യൻ താറാവുകളാണ് ഒഴുകി നടക്കുന്നത്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ വെള്ളത്തിന് അതിനേക്കാൾ നല്ല തണുപ്പാണ്. പക്ഷേ എല്ലാവരും ഇവിടെ ഇപ്പോൾ ബോട്ടിംഗ് സമയമൊന്നുമില്ല. ഇപ്പം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നു, കാണുന്നു. പിന്നെ ഷോപ്പിങ്ങും മറ്റും ഇവിടെ നടത്താം. ഷോപ്പിംഗ് പ്രധാനമായിട്ടും കുക്കു ക്ലോക്കാണ് പ്രധാനമായിട്ട് ഷോപ്പിംഗ് നടത്തുന്നത്. ഏതായാലും വളരെ ഭംഗിയായിട്ടുള്ള അല്ലേ, മുകളിൽ പച്ചയും താഴെ കണ്ണാട കാണാനില്ല. Here is free, no? But the time consumed, the stop should be time consumed. No stop. No stop. We go direct. Okay, perfect. They when want to control. പാസഞ്ചറിനോട് കൊടുക്കണം. അത് ഡ്രൈവ് ആന്ന് വെച്ചാണ്, അങ്ങനെയല്ല, അത് അവർ മേടിക്കുന്നതാണ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇതൊന്നല്ല, നല്ല സീനിക് ട്രെയിൻ റൂട്ട്സ് ഉണ്ട്. നമ്മൾ പോകുന്നുണ്ടല്ലോ ഒരു 1 hour ട്രെയിൻ, അത് ഭയങ്കര സീനിക്കാണ്. അതല്ലാതെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് കടന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ കഴിയുമ്പോൾ കാണുന്ന നാച്ചുറൽ ഫാൾസാണിത്. റെയിൻ ഫാൾസ് എന്നാണ് പറയപ്പെടുന്നത്. വളരെ നല്ല തെളിഞ്ഞ നീരൊഴുക്ക്. ഇത് കാണുന്നതിന് വേണ്ടി തന്നെ ടൂറിസ്റ്റുകൾ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അതിനിടയ്ക്ക് ഏതാനും ബോട്ടുകൾ ബോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ കണ്ട ഭംഗിയാർന്ന കാഴ്ച താഴെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ റെയിൻ ഫോൾസ്. ഇതിൽ നിന്നുള്ള വെള്ളം ശക്തിയായിട്ട് ഒഴുകി നീങ്ങുന്നു. ഏതാനും ബോട്ടിങ്ങുകാരും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പതഞ്ഞ വെള്ളം, ആ ഫോൾസിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പതയാണ് ഈ കാണുന്നത്. എത്ര ഭംഗിയാണത് കാണാൻ. ഇതാണ് സ്വിറ്റ്സർലൻഡിലെ റെയിൻ നദി. ഇതിങ്ങനെ ഒഴുകി അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്.